ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് പരീക്ഷ അടുത്ത് വരികയാണ്. അപ്പോൾ ഇനി റിവിഷന്റെ ടൈമാണ്. നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ട് വാങ്ങിയ ട്രാവൽ ടെക്നോളജി കമ്പനി ഏതാണ്? ഇന്ത്യയിലെ പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ട് വാങ്ങിയ ട്രാവൽ ടെക്നോളജി കമ്പനിയാണ് ക്ലിയർ ട്രിപ്പ്. ഗോത്ര ജനതയുടെ ആരോഗ്യവും പോഷകാഹാര നിലവാരവും ഉയർത്താനായി കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് അനാമയ. ഗോത്ര ജനതയുടെ ആരോഗ്യവും പോഷകാഹാര നിലവാരവും ഉയർത്താനായി കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതി ഏതാണ്? അനാമയ പദ്ധതിയാണ്. സംയോജിത ആരോഗ്യ വിവര സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. സംയോജിത ആരോഗ്യ വിവര സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 34ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരമാണ്. 34ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരം. വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വായ്പ നൽകാനായി കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ ശക്തി. ഇപ്പൊ വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വായ്പ നൽകാനായി കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ ശക്തി. മുതിർന്ന പൗരന്മാരെ സഹായിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രശാന്തി. മുതിർന്ന പൗരന്മാരെ സഹായിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രശാന്തി. മലയാളം മിഷൻ ഡയറക്ടറായി നിയമിതനായത് മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടറായി നിയമിതനായത് മുരുകൻ കാട്ടാക്കട. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന കേരള PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അൺഅക്കാഡമിയിൽ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബാച്ച് കോഴ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എക്സാമിന് വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ കോഴ്സ് പോകുന്നുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് അൺഅക്കാഡമിയിൽ പോകുന്നത്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ 2 ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് May 11th ഒരു 100 ഡേ ബാച്ച് കോഴ്സും അതുപോലെ May 4th ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് ഒരെണ്ണം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, സെയിലിംഗ് ലോകകപ്പിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് നേത്ര കുമനൻ. ഇപ്പൊ സെയിലിംഗ് എന്ന് പറഞ്ഞാൽ പായ്വഞ്ചിയോട്ട മത്സരമാണ്. പായ്വഞ്ചിയോട്ട മത്സരത്തിൽ ലോകകപ്പിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? നേത്ര കുമനനാണ്. അപ്പൊ നേത്ര കുമന്റെ ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിലിംഗ് ആണെന്ന് ഓർക്കുക. കേന്ദ്ര സർക്കാർ റോൾ ഓഫ് പാസഞ്ചർ ജെട്ടി നിർമ്മിക്കുന്നത് എവിടെയാണ്? ഒഡീഷയിലെ ധർമ്മ നദിയിലാണ് കേന്ദ്ര സർക്കാർ റോൾ ഓഫ് പാസഞ്ചർ ജെട്ടി നിർമ്മിക്കുന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പുറത്തിറക്കിയ നാഷണൽ ക്ലൈമറ്റ് റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഏറ്റവും കടുത്ത ഭീഷണി നേരിടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും കുറഞ്ഞ തോതിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പൊ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പുറത്തിറക്കിയ നാഷണൽ ക്ലൈമറ്റ് റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഏറ്റവും കടുത്ത ഭീഷണി നേരിടുന്ന സംസ്ഥാനം ജാർഖണ്ഡും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ തോതിൽ ബാധിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയുമാണെന്ന് ഓർക്കുക. ഏത് രാജ്യവുമായി ചേർന്നാണ് ഇന്ത്യയിൽ മെഗാ ഫുഡ് പാർക്ക് പദ്ധതി നടപ്പാക്കുന്നത്? ഇറ്റലി. ലോക കാലാവസ്ഥാ സംഘടന പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് ഓഫ് ദി ഗ്ലോബൽ ക്ലൈമറ്റ് 2020 പ്രകാരം
ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഏതാണ്? ആംഫൻ ചുഴലിക്കാറ്റാണ്. ആംഫൻ ചുഴലിക്കാറ്റ്. COVID-19 ബാധിതരിൽ 2021 മെയ് മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയ രോഗത്തിന്റെ മറ്റൊരു പേരാണ് ബ്ലാക്ക് ഫംഗസ്. ഇപ്പൊ COVID-19 ബാധിതരിൽ 2021 മെയ് മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയ രോഗത്തിന്റെ മറ്റൊരു പേരെന്താണ്? ബ്ലാക്ക് ഫംഗസ്. 2020-21 ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റി വരവ് ഉണ്ടായത് ഏത് രാജ്യത്ത് നിന്നാണ്? സിംഗപ്പൂരിൽ നിന്നാണ് 2020-21 ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റി വരവ് ഉണ്ടായത്. ക്ലാപ്പ് എന്ന പേരിൽ ശുചിത്വ യജ്ഞം ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ക്ലാപ്പ് എന്നത് ശുചിത്വ യജ്ഞമാണ്. ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ആന്ധ്രാപ്രദേശിലാണ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 2021 ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡിൽ കൺസർവേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ് വിഭാഗത്തിൽ അവാർഡ് നേടിയ കേരളീയനാണ് NM ഷാജി. NM ഷാജിയാണ് ട്യൂബർമാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. ട്യൂബർമാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് NM ഷാജി. ഇദ്ദേഹത്തിനാണ് 2021 ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡിൽ കൺസർവേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത്. 2020 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് നീൽമണി ഫൂക്കാനാണ്. 56ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് 2020 നൽകിയത്. അപ്പൊ 2020 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? നീൽമണി ഫൂക്കാൻ. 2021 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ദാമോദർ മൗസോയാണ്. 57ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് 2021 ആർക്ക് ലഭിച്ചത്? ദാമോദർ മൗസോയ്ക്ക് ലഭിച്ചത്. സരയൂ കനാൽ നാഷണൽ പ്രോജക്റ്റ് എവിടെയാണ്? സരയൂ കനാൽ നാഷണൽ പ്രോജക്റ്റ് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. അപ്പൊ എന്താണ് ഈ സരയൂ കനാൽ നാഷണൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? ഖാംഗ്ര, ബെൻഗംഗ, സരയു, രാപ്തി, രോഹിണി എന്നീ 5 നദികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കനാൽ പ്രോജക്റ്റ് ആണ് സരയൂ കനാൽ പ്രോജക്റ്റ്. അപ്പൊ ഖാംഗ്ര, ബെൻഗംഗ, സരയു, രാപ്തി, രോഹിണി എന്നീ 5 നദികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കനാൽ പ്രോജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? സരയൂ കനാൽ നാഷണൽ പ്രോജക്റ്റ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ലോസ് ഏഞ്ചലസ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രമാണ് സെത്തുമാൻ. സെത്തുമാൻ എന്നത് തമിഴ് ചിത്രമാണ്. ഓക്കെ, അപ്പൊ ലോസ് ഏഞ്ചലസ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് സെത്തുമാൻ തമിഴ് ചിത്രമാണ്. അടുത്ത ചോദ്യം, COVID-19 ബാധ മൂലം അനാഥരാക്കപ്പെട്ട കുട്ടികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. പ്രധാനമന്ത്രി കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. ഓക്കെ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. COVID-19 ബാധ മൂലം അനാഥരാക്കപ്പെട്ട കുട്ടികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ്. JCB പുരസ്കാരത്തിന് അർഹമായ ഡൽഹി എ സോളിലോക്കി ആരുടെ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ. M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ. ഇന്ത്യയിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് ഓപ്പൺ എയർ ഡ്രൈവിംഗ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് ഓപ്പൺ എയർ ഡ്രൈവിംഗ് തിയേറ്റർ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? മുംബൈയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെ? തെലങ്കാനയിലെ രാമഗുണ്ടം. തെലങ്കാനയിലെ രാമഗുണ്ടത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ 2021 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 140. ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം. ഇപ്പൊ ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ 2021 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 140 ആണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ചെറുകിട നിക്ഷേപ രംഗത്ത് ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ചെറുകിട നിക്ഷേപ രംഗത്ത് ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്.
മൈത്രി ദിവസമായി ആചരിക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തീരുമാനിച്ചത് ഡിസംബർ 6-നാണ്. ഡിസംബർ 6 മൈത്രി ദിവസമായി ആചരിക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തീരുമാനിച്ചത്. ഇന്ത്യയും അമേരിക്കയുമായി ഹിമാചൽ പ്രദേശിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ. ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് നടത്തിയത്. DRDO വികസിപ്പിച്ചെടുത്ത ബൈക്ക് ആംബുലൻസിന്റെ പേരാണ് രക്ഷിത. അപ്പോ രക്ഷിത എന്നത് DRDO വികസിപ്പിച്ചെടുത്ത ബൈക്ക് ആംബുലൻസ് ആണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ ആദ്യമായി ബേർഡ്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച മഹാനന്ദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബേർഡ്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് മഹാനന്ദ വന്യജീവി സങ്കേതത്തിലാണ്. അത് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് ആണ് ഭാവന കാന്ത്. ഭാവന കാന്ത്. ഈ ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ഭാവന കാന്ത് ആണ്. ഇന്ത്യയും ഫ്രാൻസുമായി രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടത്തിയ വ്യോമ അഭ്യാസ പ്രകടനമാണ് എക്സ് ഡെസേർട്ട് നൈറ്റ് 21. എക്സ് ഡെസേർട്ട് നൈറ്റ് 21 എന്നത് ഇന്ത്യയും ഫ്രാൻസുമായി രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടത്തിയ വ്യോമ അഭ്യാസ പ്രകടനമാണ്. പരാക്രം ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ജനുവരി 23. പരാക്രം ദിവസ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിലുള്ള തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ 150 ദിവസങ്ങളായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. നീതി ആയോഗിന്റെ ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകമാണ്. ഈ ചോദ്യം ഓർത്തിരിക്കാം. നീതി ആയോഗിന്റെ ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകം. ഹൗറ കൽക്ക മെയിൽ ട്രെയിൻ സർവീസിന് നൽകിയ പുതിയ പേരാണ് നേതാജി എക്സ്പ്രസ്. ഹൗറ കൽക്ക മെയിൽ ട്രെയിൻ സർവീസിന് നൽകിയ പുതിയ പേരെന്താണ്? നേതാജി എക്സ്പ്രസ്. ജമ്മു കാശ്മീരിൽ നിർമ്മിക്കുന്ന റാറ്റ്ലേ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ് ജമ്മു കാശ്മീരിൽ നിർമ്മിക്കുന്ന റാറ്റ്ലേ ജലവൈദ്യുത പദ്ധതി. 2022 കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രമാണ് ക്ലാര സോള. ക്ലാര സോള. ISROയുടെ 10ാമത്തെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ്. ഡോക്ടർ എസ് സോമനാഥ് ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് അദ്ദേഹം. അപ്പൊ ISROയുടെ 10ാമത്തെ ചെയർമാനാണ് ഡോക്ടർ എസ് സോമനാഥ്. കൂടാതെ ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളി കൂടിയാണ് അദ്ദേഹം. 2021 ഓടക്കുഴൽ പുരസ്കാരം നേടിയ ബുധിനി എന്ന നോവൽ രചിച്ചത് സാറ ജോസഫ് ആണ്. സാറ ജോസഫ്. സാറ ജോസഫിന്റെ ബുധിനി എന്ന നോവലാണ് 2021 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. വിവിധ മത്സര പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള സൗജന്യ പരിശീലന പരിപാടിയായ അഭ്യുദയ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഇലക്ട്രോണിക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡാണ് എപ്പിക്. എപ്പിക് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഇലക്ട്രോണിക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡാണ്. 2021 ജനുവരിയിൽ ജയിൽ ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഈ ചോദ്യം ഓർത്തിരിക്കുക. 2021 ജനുവരിയിൽ ജയിൽ ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഗുജറാത്ത് സർക്കാർ കമലം എന്ന് നാമകരണം ചെയ്തത് ഏത് ഫലത്തെയാണ്? ഡ്രാഗൺ ഫ്രൂട്ടിനെയാണ് കമലം എന്ന് ഗുജറാത്ത് സർക്കാർ നാമകരണം ചെയ്തത്. നാഷണൽ ജോഗ്രഫിക് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ആലപ്പുഴയാണ്. ഇപ്പൊ നാഷണൽ ജോഗ്രഫിക് പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ആലപ്പുഴയാണ്. കൂടാതെ ഇന്ത്യയിൽ നിന്ന് ഈ പട്ടികയിൽ ഇടം നേടിയ ഏക സ്ഥലവും ഏതു തന്നെയാണ്? ആലപ്പുഴ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. കെ ജയകുമാറിനാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 6 ലോകകപ്പുകളിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. 6 ലോകകപ്പുകളിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. 6 ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ വനിതാ താരം.
ലോക വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന റെക്കോർഡും മിതാലിയുടെ പേരിലാണ് ഉള്ളത്. ആ ചോദ്യം കൂടി ഓർത്തിരിക്കുക. ലോക വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന റെക്കോർഡും ആരുടെ പേരിലാണ്? മിതാലി രാജിന്റെ പേരിലാണ് ഉള്ളത്. അവസാനത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി നിയമിതനായത് കവി കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായിട്ട് കവി സച്ചിദാനന്ദനെയാണ് നിയമിച്ചത്. വൈസ് ചെയർമാൻ അശോകൻ ചരുവിൽ. വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അശോകൻ ചരുവിലാണ്. ഓക്കെ, അപ്പൊ ഈ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. Thank you.